Hi children, welcome back to my channel LKL Star Maths Class. ഇന്ന് നമ്മൾ 11th സ്റ്റാൻഡേർഡിലുള്ള സെറ്റ്സ് ചാപ്റ്റർ 1 ആണ് സെറ്റ്സ്. അതിനകത്ത് എക്സസൈസ് 1.1 സെക്കൻഡ് കേട്ടോ, സെക്കൻഡാണ്. സെക്കൻഡിലെ 5th ക്വസ്റ്റ്യൻ ഞാൻ സെക്കൻഡിലെ 4th വരെ അപ്ലോഡ് ചെയ്തു. അതിനകത്ത് ഇനി 5th വണ്ണാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിരുന്നു? റോസ്റ്റർ മെത്തേഡിലേക്ക് അല്ലെ റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിരുന്നു നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ. ക്ലിയർ? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എന്താണ്? ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ട്രിഗ്നോമെട്രി. ഇതിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്? റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം എന്താണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ മോഡലിൽ എഴുതുന്നതിനെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രിഗ്നോമെട്രി എന്നുള്ളൊരു വേർഡിനെ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് സെറ്റിലേക്ക് എഴുതുക. കണ്ടോ? അപ്പോൾ എങ്ങനെ എഴുതുന്നത്? തന്നിട്ടുള്ള എടുത്തെഴുതി ഈക്വൽ ടു എന്താണ്? ട്രിഗ്നോമെട്രി. പക്ഷേ ഇവിടെ ചില ലെറ്റേഴ്സ് ആവർത്തിച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. സോ റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ലെറ്റേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ എടുക്കാൻ പാടില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ നോക്കിയേ, നമ്മൾ ആദ്യം ടി എഴുതി, ദെൻ ആർ, ഐ, ജി, ഇവിടെ ഒ, ദെൻ എൻ. കണ്ടോ? വീണ്ടും ഒരു ഒ റിപ്പീറ്റ് ആയിട്ട് വന്നു. സോ അതിനെ കളയുക. ദെൻ എം, ഇ, പിന്നെ ടിയും ആറും നമ്മളിതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടിയും ആറും കണ്ടോ? അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ലെറ്റേഴ്സ് എഴുതാണ്ട് സെറ്റിനകത്ത് ഇങ്ങനെ എഴുതുക. ഇതാണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ അല്ലേ? ഇതിൻ്റെ മുന്നത്തെ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കണ്ടിട്ട് ഇത് കണ്ടാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ദെൻ 6th എഫ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ബെറ്റർ. കണ്ടോ? അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്. സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ബെറ്റർ. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? റിപ്പീറ്റഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് എഴുതണ്ട. ഇവിടെ നോക്കിയാൽ ബി ഇ ടി ടി ഇ ആർ, ഇവിടെ ടി ആൻഡ് ഇ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ബി എടുക്കുക, ദെൻ ഇ എടുത്തു, ടി എടുത്തു, വീണ്ടും ടി വന്നു, അതെടുക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ഇ വന്നു, അതും എടുക്കേണ്ട ആർ. അപ്പോൾ ക്ലിയർ ആയില്ലേ അത്? ഇനി നമുക്ക് 4th വൺ നോക്കാം. റൈറ്റ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. കണ്ടോ? ഇത് നമ്മൾക്ക് എന്ത് ചെയ്യണം? സെറ്റ് ബിൽഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ റോസ്റ്റർ മെത്തേഡിലാണ് ഇത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനാണ് എന്തത്? റോസ്റ്റർ മെത്തേഡ്. അപ്പോൾ ഈ റോസ്റ്റർ മെത്തേഡിൽ തന്നിരിക്കുന്നതിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? സെറ്റ് ബിൽഡർ ഫോം, വിച്ച് മീൻസ് വാട്ട്? ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റൈലിൽ നമ്മളിതിനെ എഴുതാം. ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് നോക്കിയാൽ ആൻസർ കണ്ടോ? എ ഈക്വൽ ടു, നമുക്ക് സെറ്റിനൊരു പേര് കൊടുക്കണം. അപ്പോൾ നമ്മൾ എ എന്ന് കൊടുത്തു. അപ്പോൾ എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ്. ഇതിനെങ്ങനെ വായിക്കുക? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ഈ രണ്ട് കുത്തിനെ സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 3n, n ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. എന്താണെന്ന് മനസ്സിലായോ? അതേ നോക്കാം. ഇതുണ്ടോ? എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3n. ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെറ്റിനകത്തുള്ള ഓരോ മെമ്പേഴ്സിനെ അല്ലെങ്കിൽ ഓരോ എലിമെൻറ്റ്സിനെയും നമ്മൾക്ക് എന്ത് പറയാം? എക്സ് എന്നുള്ള പേരിൽ നമ്മളിവിടെ പറയുകയാണ്. അപ്പോൾ 3n എന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം ഈ ഒരു സെറ്റിനെ നിങ്ങളൊന്ന് നോക്കിയേ. കണ്ടോ? 3, 6, 9, 12. എന്തോ ഒരു പ്രത്യേകത ഇതിൽ കാണാമല്ലേ? എന്താണ് ആ പ്രത്യേകത? 1 × 3 3, 3 2s are 6, 3 3s are 9, 3 4s are 12. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? നമ്മൾക്ക് എന്താ മാറി മാറി വരുന്നത്? 3 കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നു, ബാക്കിയുള്ളതെല്ലാം മാറി മാറി വരുന്നതല്ലേ? അതാ നോക്കിയേ. 3 × 1 നമുക്ക് എന്ത് കിട്ടി? 3 കിട്ടും. ഇനിയോ 3 × 2 6 കിട്ടി. കണ്ടോ? അപ്പോൾ ഇതുപോലെ 3 3s are 9, 3 4s are 12. കണ്ടോ? അപ്പോൾ ഇനി അടുത്ത ഇവിടെ എന്ത് വരും? 3 വരും, 4 വരും. 3 എന്താ റിമൈൻ ചെയ്യുന്നത്? കോൺസ്റ്റൻ്റ് ആയിട്ട്. അതിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ആ 3ക്ക് മാറുന്നത് ആരാ? അതിൻ്റെ കൂടെയുള്ള നമ്പേഴ്സാണ്. അപ്പോൾ അതല്ലേ ഇവിടെ വരേണ്ടത്? കണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3n. ഈ n എന്ന് പറയുന്നതാണ് ഇത്. 1 2 3 4 എന്ന് മാറി മാറി വരും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 3n എന്ന് പറഞ്ഞാൽ 3ൻ്റെ കൂടെ ഏതൊക്കെയോ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തതാണ് ഈ കാണുന്ന 3 6 9 12. ആ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 2 3 4 ആണ് 3ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഈ 1 2 3 4 മാറി 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 വരുന്നത് കൊണ്ടാണ് നമ്മളിവിടെ എന്ത് കൊടുത്തത്? 3n എന്ന് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ദെൻ n ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. എന്താണ്? ഒരിതും കൂടി കാണിച്ചു തരാം കേട്ടോ. അടുത്തതും കൂടി എഴുതാം ഞാൻ. നോക്കി, 3 3s are 9, ദെൻ 3 4s are 12. അഗെയിൻ നമുക്ക് എന്ത് കിട്ടും?
3 5s are 15 കിട്ടും. പക്ഷേ 15 ഇവിടെ എടുക്കേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ്? അതാ ഇവിടെ വരെ ഉള്ളൂ, 12 വരെ ഉള്ളൂ. അപ്പോൾ 1 × 3 3, 3 2s are 6, 3 3s are 9, 3 4s are 12. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ഈ 12 വരെ എടുത്താൽ മതി. സോ നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതിയത് എങ്ങനെയാണ്, ദ നമ്പർ ലെസ് ദാൻ 5. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, ഇതൊരു സെറ്റ് തന്ന റോസ്റ്റർ ഫോമിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമ്മളോട് ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്കാണ് ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സെറ്റിന് ഒരു പേര് കൊടുത്തു, എ എന്നൊരു പേര് കൊടുത്തു. ദെൻ എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് സെറ്റ് ഓഫ് ഓൾ എക്സ്. സെറ്റ് ഓഫ് ഓൾ മീൻസ് ഇതിലുള്ള കേട്ടോ, എക്സിൻ്റെ എല്ലാ വാല്യൂസും. സോ ഇതിനെ വായിക്കുന്നത് എങ്ങനെയാണ്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 3n, n ഈസ് എ നാച്ചുറൽ നമ്പർ. n എന്ന് പറയുന്നത് എന്താ, നാച്ചുറൽ നമ്പറാണ്. ഇതൊരു കൗണ്ടിങ് നമ്പേഴ്സ് അല്ലേ. സോ നാച്ചുറൽ നമ്പേഴ്സ് അത് എന്തിൽ താഴെയുള്ളതാണ്, ലെസ് ദാൻ 5. സോ എങ്ങനെയാണ് ലെസ് ദാൻ 5 എന്നുള്ളതാണ് ഇങ്ങനെ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മളിനി ചെയ്താൽ എന്തായിട്ട് മാറും, അത് 3 × 5. 3 5s are what, 15. ഈ 15 നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. സോ 5ൽ താഴെയുള്ളത്, അതിലേക്ക് നമുക്ക് വേറെ രീതിയിൽ എഴുതേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഈ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് എന്തെന്ന്, സെറ്റ് ബിൽഡർ ഫോം എന്ന്. ക്ലിയർ ആയോ അതിൻ്റെ ആൻസർ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, റോസ്റ്റർ മെത്തേഡിലാണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഹെഡിങ് എന്നാണ്, റൈറ്റ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. അതിലെ ഫസ്റ്റ് വൺ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ 2 4 8 16 32. ഇതാണ് നമ്മുടെ സെറ്റിൽ തന്നിട്ടുള്ളത്. ഇതിനെയും നമ്മൾ ഇതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിലേക്ക് നമ്മളിതിനെ എഴുതുക. സി, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ആൽഫബറ്റ് കൊടുക്കുക. സോ ബി ഈക്വൽ ടു, ഇതിനെ നോക്കുക ഉണ്ടോ, 2 4 8 16 32. എന്തായത്, അതെ 2, ഇതൊരു പവർ ആണ്. 2 2s are 4, then 2 × 2 × 2 8, then 2 × 2 × 2 × 2, അത് 4 times. ഇതും അതുപോലെ തന്നെ 5 times വരും 2 തന്നെ. ഇതാ നോക്കിയേ. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, 2⁻1, സോറിയുടെ ഒരെണ്ണം വിട്ടുപോയിട്ടോ, ഇവിടെ ഒരെണ്ണം ഇവിടെ ഉണ്ട്, 2⁻2 ഉണ്ട്. അപ്പോൾ ഇത് 2⁻1 വിച്ച് മീൻസ് വാട്ട്, 1 × 2 2 തന്നെയാണ്. ഇനി 2⁻2 എന്ന് പറഞ്ഞാലോ 2 2s are 4. 2⁻3 എന്ന് പറഞ്ഞാലോ 2 × 2 × 2 എന്ത് കിട്ടി, 8 കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് എന്താണ്, 2⁻4 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 × 2, അതായത് 2 2s are 4, 4 2s are 8, 8 2s are 16. ക്ലിയർ ആയില്ലേ? അത് അതുപോലെ തന്നെയാണ് ഈ 32ൻ്റെയും. എന്താ, എത്ര പ്രാവശ്യം അപ്പോൾ 2 എവിടെ ഉണ്ടാവും, 2 × 2 × 2 × 2 × 2 കണ്ടോ, 5 times എഴുതി അല്ലേ. സോ 2 2s are 4, 4 2s are 8, 8 2s are 16, and 16 2s are what, 32. ക്ലിയർ ആയല്ലോ? അപ്പോൾ മനസ്സിലായോ? അതിങ്ങനെ നമ്മൾ അതിനെ എഴുതിയെടുക്കണം. ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ശരിക്കും പറഞ്ഞാൽ, ഇതിൻ്റെ പവേഴ്സാണ് മാറി മാറി വരുന്നത്. ഈ 2 എങ്ങനെയാണ് ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് 2 അവിടെ നിൽക്കുന്നുണ്ട്. 2വിന് മാറ്റങ്ങളൊന്നുമില്ല. മറ്റേ ഇതെന്താണ്, പവേഴ്സാണ് ഇവിടെ മാറി മാറി വരുന്നത് അല്ലേ. 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് പവേഴ്സ് മാറുന്നുണ്ട്. സോ അതിനെ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. വിച്ച് മീൻസ് വാട്ട്, സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. സി, നമ്മൾ സെറ്റിന് പേര് കൊടുത്ത ബി എന്നാണ്. സോ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2⁻n. ക്ലിയർ ആയല്ലോ? കണ്ടോ, ഇവിടെ എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് ആരാ, 2 ആണ്. ഈ n പവേഴ്സ് അല്ലേ മാറി മാറി വരുന്നുള്ളൂ. സോ 2⁻n. n മീൻസ് എന്താ, ഏത് നമ്പറും വരും. ഇനി നോക്കിയേ, n എലിമെൻറ്റ് n അല്ലേ. ഇതെന്താണ്, ഒരു n ഈസ് എ നാച്ചുറൽ നമ്പറാണതും. ദെൻ n ലെസ് ദാൻ 6. കണ്ടോ, 6ൽ താഴെയുള്ള നമ്പേഴ്സുമാണ്. ക്ലിയർ ആയല്ലോ? ഇവിടെ വന്നപ്പോൾ എത്രയാണ്, പവർ 5 ആണ്. അപ്പോൾ 6ൽ താഴെയുള്ള നാച്ചുറൽ നമ്പർ കണ്ടോ, 6ൽ താഴെയാണ് ഇത് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്, ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2⁻n, n എലിമെൻറ്റ് n എന്താണ്, നാച്ചുറൽ നമ്പറാണ്. ആൻഡ് n ലെസ് ദാൻ 6. ഈ നാച്ചുറൽ നമ്പറൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്പെസിഫൈ അല്ലെങ്കിൽ നമ്മളൊരു ഊന്നൽ നൽകിയിട്ട് അല്ലേ അങ്ങനെ പറയുന്നതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നാച്ചുറൽ നമ്പേഴ്സ്, ഓൾ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, അങ്ങനെ എല്ലാത്തിനും അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമ്പേഴ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ആ ഫസ്റ്റ് വീഡിയോ കൂടെ കണ്ടിട്ട് ഇതൊന്നുകൂടി കാണണം കേട്ടോ. അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പർ ഏത് തരം നമ്പറാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കുറിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? പിന്നെ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ക്ലിയർ? സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എഴുതി കൂടി ചോദിച്ചോളൂ. ഓക്കെ, താങ്ക് യു.